നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. ഗുജറാത്ത് ടൈറ്റൻസിന് ഇന്ന് സുവർണ അവസരമാണ്. IPL പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്താനുള്ള അവസരം. ഇന്ന് അവർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമായാണ് ഏറ്റുമുട്ടുക. കൊൽക്കത്തയെ തോൽപ്പിച്ചാൽ അവർക്ക് പോയിന്റ് ടേബിളിൽ ഒന്നാമതാകാം. നിലവിൽ 12 കളികളിൽ 16 പോയിന്റുമായി അവർ രണ്ടാം സ്ഥാനത്താണ്. ഒന്നാം സ്ഥാനത്തുള്ള RCB റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരുവിനും 12 മത്സരങ്ങളിൽ 16 പോയിന്റ് തന്നെയാണ്. പക്ഷേ നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് RCB ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. ഇന്ന് കൊൽക്കത്തയെ തോൽപ്പിച്ചാൽ ഗുജറാത്തിന് 18 പോയിന്റുമായി ഒന്നാം സ്ഥാനത്തേക്ക് കയറാം. തുടർച്ചയായ 6 കളികൾ ജയിച്ചുകൊണ്ടാണ് ഗുജറാത്ത് ടൈറ്റൻസ് വരുന്നത്. ഈ IPL ഇതുവരെ ഇത്രയും വിന്നിംഗ് മൊമെൻ്റമുള്ള ഒരു ടീമായിട്ട് നിൽക്കുകയാണ് ഗുജറാത്ത് ടൈറ്റൻസ്. അതേസമയം കൊൽക്കത്തയ്ക്കും പ്ലേ ഓഫ് സാധ്യതകൾ അവസാനിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം 11 കളികളെ അവരുടെ കഴിഞ്ഞിട്ടുള്ളൂ. 9 പോയിൻ്റാണ് അവർക്കുള്ളത്. 4 മത്സരങ്ങൾ ജയിച്ചു. ഒരു കളി മഴ മൂലം ഉപേക്ഷിച്ച പശ്ചാത്തലത്തിൽ 1 പോയിന്റ് കിട്ടി. അങ്ങനെ 9 പോയിൻ്റാണ് അവർക്കുള്ളത്. അവർക്ക് ഇനിയും 3 കളികളുണ്ട് ഇന്നത്തെ അടക്കം. അപ്പോൾ 6 പോയിന്റ് നേടിയാൽ 15 പോയിന്റുമായി പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായി നിലനിർത്താം. നല്ല നെറ്റ് റൺ റേറ്റ് ഉണ്ടെങ്കിൽ അവർക്കും പ്ലേ ഓഫ് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഒരു തരത്തിലും ഗുജറാത്ത് ടൈറ്റൻസിന് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ശക്തമായ പോരാട്ടം തന്നെ. ഇപ്പോൾ അവസാന ഘട്ടത്തിലൊക്കെ കൊൽക്കത്ത വിജയവഴിയിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം കൊൽക്കത്തയ്ക്കും കടുത്ത പോരാട്ടമാണ് ഇന്നത്തെ മത്സരം. അതേസമയം ഈ 6 വിജയങ്ങൾ തുടർച്ചയായി നേടി ടീം കോമ്പിനേഷനൊക്കെ കൃത്യമായിട്ട് നിലനിർത്തി വരുന്ന ഗുജറാത്ത് ടൈറ്റൻസ്, ജെയ്സൺ ഹോൾഡർ വന്നതിന് ശേഷം ടീമിലേക്ക് ഗ്ലെൻ ഫിലിപ്സിന് പകരം ജെയ്സൺ ഹോൾഡറെ ടീമിലേക്ക് കൊടുത്തതിന് ശേഷം തുടർച്ചയായി 6 മത്സരങ്ങൾ ജയിച്ചിട്ടാണ് അവർ വരുന്നത്. അത് തീർച്ചയായിട്ടും അവരുടെ ആത്മവിശ്വാസം കൊൽക്കത്തയേക്കാൾ മുകളിൽ തന്നെയാണ്. ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ആത്മവിശ്വാസം കൊൽക്കത്തയേക്കാൾ മുകളിൽ തന്നെയാണ്. ആ ആത്മവിശ്വാസത്തിൽ ഇന്ന് ജയിച്ചാൽ പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്താമെന്ന സാധ്യതയും നിലനിൽക്കുന്നതിനാൽ ഗുജറാത്ത് ടൈറ്റൻസ് അരയും തലയും മുറുക്കി കളിക്കുമെന്നുള്ളത് ഉറപ്പാണ്. എന്നാൽ കൊൽക്കത്തയും പ്ലേ ഓഫ് സാധ്യതകൾ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൊൽക്കത്തയും വിട്ടുകൊടുക്കില്ല. അപ്പോൾ നല്ല ഗംഭീര കളിയായിരിക്കും. ഗുജറാത്ത് ടൈറ്റൻസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പേസ് ബൗളിംഗ് അറ്റാക്ക് അതിഗംഭീരമാണ്. കഗീസോ റബാദ, ജെയ്സൺ ഹോൾഡർ, പ്രസിദ്ധ് കൃഷ്ണ, ഇങ്ങനെയുള്ള അവരുടെ മിടുക്കന്മാരായിട്ടുള്ള പേസ് ബൗളർമാർ. സ്പിന്നർമാരിലാണെങ്കിൽ റാഷിദ് ഖാൻ പറയണ്ടല്ലോ, റാഷിദ് ഖാൻ്റെ മിടുക്ക്. അതുപോലെ തന്നെ ബാറ്റിങ്ങിൽ സായി സുദർശൻ, എന്നും അർദ്ധ സെഞ്ചുറി അടിക്കുന്ന സായി സുദർശൻ, നിരന്തരം സ്ഥിരതയോടെ കളിക്കുന്ന സായി സുദർശൻ. അവരുടെ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നല്ല ഫോമിലാണ്, ജോസ് ബട്ട്ലർ ഫോമിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഗുജറാത്ത് ടൈറ്റൻസിന് വലിയ സാധ്യതയുണ്ട്. അതേസമയം കൊൽക്കത്തയും വിട്ടുകൊടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. ആ പശ്ചാത്തലത്തിൽ ഗംഭീര കളിയാണ് ഗുജറാത്ത് ടൈറ്റൻസും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും തമ്മിൽ ഉണ്ടാകാൻ പോകുന്നത്.